അപ്പോൾ നമ്മൾ ഈ ബികോം കോർപ്പറേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ആക്ച്വലി സയൻസ് ആയിരുന്നു. പിന്നെ എന്നിട്ട് ബികോമിലോട്ട് വന്നതാ. അല്ല, GK ആണ് മെയിൻ ആയിട്ട്. നമുക്ക് ബാക്കി എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. GK മാത്രം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബാം എസ്പെഷ്യലി നെക്സ്റ്റ് നൈറ്റ് എടുക്കുന്ന ക്ലാസ് എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യം. അല്ല, ഞാൻ ആദ്യം വേറെ എക്സാം ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ എക്സാമിനെ പറ്റി അറിഞ്ഞത്. അപ്പൊ ഇത് കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ആവേശം ബാച്ചിൽ നമ്മുടെ പിള്ളേർ CSEB റിസൾട്ടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവേശം ബാച്ചിലെ മാത്രമുള്ള റിസൾട്ട്സുകളാണ്, ഓൺലൈൻ ആവേശം ബാച്ചിൽ റിസൾട്ട്സ് മാത്രം വരുന്നത്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കാർത്തികയാണ്. കാർത്തിക ആവേശം ബാച്ചിലേക്ക് അല്ലേ നമ്മളെ വന്നു. അതിന് മുന്നേ സെൽഫ് സ്റ്റഡി ആയിട്ട് കുറച്ച് കാലം ഈ മേഖലയിൽ നിന്നു. ഇപ്പോൾ എത്ര വയസ്സായി? 23 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നു. നിലവിൽ വന്ന എത്ര റാങ്ക് ലിസ്റ്റ് ഉണ്ട് മോളെ? ഞാൻ 8 ബാങ്കിലാണ് സാർ അപ്ലൈ ചെയ്തത്. അതിൽ 6 ബാങ്കിന്റെ റാങ്കിലാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്ക്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് എവിടെയാ വരുന്നത്? ഫസ്റ്റ് ഒറ്റപ്പാല അർബൻ ബാങ്കും പോലീസ് എംപ്ലോയീസിലും ഫസ്റ്റ് വന്നിട്ടുണ്ട്. മെഡിക്ക് 2 ഫസ്റ്റ് റാങ്ക് ആണ്. അതിനോടൊപ്പം നമുക്ക് പിന്നെ പീക്കാട് ബാങ്കിൽ വന്നിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് റാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നിലവിൽ അഡ്വൈസ് എത്ര എണ്ണത്തിലായിട്ടുണ്ട്? അഡ്വൈസ് ഏകദേശം 4 ബാങ്കിലോളം വന്നു. അപ്പോയിന്റ്മെന്റ് വന്നിട്ടില്ല? അപ്പോയിന്റ്മെന്റ് വന്നു. NOC കൊടുത്തു. നമുക്ക് വേണ്ടുന്ന ബാങ്കിലോട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ടേമിലുണ്ടായ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ടാവില്ല. ചിലർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ സമയത്ത് മോക്കുണ്ടായ സക്സസ്സിന് ഒരു മെന്റർഷിപ്പ് വന്നവരാണ്. ഐ മീൻ ഈ ഒരു സക്സസിലേക്ക് കൊണ്ടുവരാൻ വന്ന അല്ലെങ്കിൽ സഹകരണത്തിലേക്ക് കൊണ്ടുവന്നവരാണ് മോളെ? അല്ല, ഞാൻ ആദ്യം വേറെ എക്സാം ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ എക്സാമിനെ പറ്റി അറിഞ്ഞത്. അപ്പൊ ഇത് കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അപ്പൊ നമ്മൾ ഈ ബികോം കോർപ്പറേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ആക്ച്വലി സയൻസ് ആയിരുന്നു. പിന്നെ എന്നിട്ട് ബികോമിലോട്ട് വന്നതാ. അതിനുശേഷം പിന്നെ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത്. സയൻസ് ആയിട്ട് പിന്നെ ബികോം പഠിച്ചപ്പോൾ നല്ല പാടല്ലായിരുന്നു? നല്ല പാടായിരുന്നു. ഓക്കെ. അതെന്താ അങ്ങനെ എടുക്കാൻ കാര്യം? അല്ല, അത് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും അതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നില്ല. ചെറിയ പ്രായത്തിൽ നമുക്ക് സെറ്റിൽ ആവാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ സഹകാരി വന്നതിന് ശേഷം ഒരു എക്സ്പീരിയൻസ് അത് സാർ, അത് ഈ സയൻസ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിയുടെ ബേസ് ഇല്ലായിരുന്നു. PYQs മാത്രമായിരുന്നു പഠിച്ചത്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് നമ്മളെ ആപ്പിലെ അക്കൗണ്ടൻസിയിലെ ഫുൾ വീഡിയോസ് ഇരുന്ന് കണ്ട് അക്കൗണ്ടൻസി സെറ്റാക്കി. പിന്നെ എനിക്ക് പ്രശ്നം GK ആയിരുന്നു. അത് വീഡിയോസ് ഉണ്ട് കുറച്ചധികം. പിന്നെ ബാങ്കിങ്ങിൽ റീസെന്റ് അപ്ഡേറ്റ്സ് ഒന്നും എനിക്കില്ലായിരുന്നു. അത് മോനൻ സാറിന്റെ ക്ലാസ്സിൽ കണ്ട് അത് അടിപൊളിയാക്കി. അക്കൗണ്ടൻസി ഡീപ്തിന്റെ ക്ലാസ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ആവേശം ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും നമുക്ക് എല്ലാവർക്കും അതിനകത്ത് എൻട്രി ഇല്ല. അതിനകത്ത് എൻട്രി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് എനിക്ക് തോന്നുന്നു മോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല എഫേർട്ട് ഇട്ട് എൻട്രി വന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും CSEBയുടെ ഒരു എൻഡിൽ എത്തിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ട് ഫോൾ ഉണ്ടായിരിക്കും അല്ലേ? അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു ലെവലിൽ എത്തിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇംപ്രൂവൈസ് ചെയ്യേണ്ടത് അത് കണ്ടെത്തേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗം കൃത്യമായി കണ്ടെത്തി മുന്നോട്ട് പോവുക. അതാണ് മോൾ ചെയ്തത്. അതിൻ്റെ ഒരു എഫക്റ്റ് കൃത്യമായിട്ട് വന്നു അല്ലേ? നമ്മുടെ കുഴപ്പം എന്താണെന്ന് കണ്ടെത്തി അവിടെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റിവിഷൻ വേണ്ടി മാക്സിമം എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എക്സാംസ് എങ്ങനെയായിരുന്നു? എക്സാംസ് ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ 77 ആ ഒരു റേഞ്ചിൽ എത്തിയത് എനിക്ക് ഡയറക്റ്റ് 91 എത്താൻ പറ്റിയത് ഒറ്റ പോക്കായിരുന്നു അല്ലേ? അതുപോലെ നമ്മുടെ ദീപ്തി മിസ്സിന്റെ മെന്റർഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത്, അത് മാം എസ്പെഷ്യലി നെക്സ്റ്റ് നൈറ്റ് എടുക്കുന്ന ക്ലാസ് എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ബാച്ച് ആണെങ്കിലും അപ്പോൾ ആവശ്യം ബാച്ച് തന്നെ വേണമെന്നില്ല. അതെല്ലാവർക്കും പറ്റത്തില്ല. കാര്യം അത് എല്ലാവർക്കും തരാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് ഇല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബാച്ചിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലോങ് ടേം ബാച്ച്. ലോങ് ടേം എന്ന് പറയുമ്പോൾ വലിയ ലോങ് ടേം ഒന്നുമല്ല. 8 മാസം കൊണ്ടൊരു ജോലി വാങ്ങാൻ പാകത്തിനുള്ള ലെവലിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. നമുക്കൊരിക്കലും സാധാരണ സർക്കാർ ജോലി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അല്ലേ? നമ്മളിപ്പോൾ LDCക്ക് പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ IBPSന് പോയാലും നമുക്കൊരു 8 മാസം കോച്ചിങ് കൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ ജോലി ഉറപ്പെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ 2 വർഷം. അപ്പോൾ 2 വർഷം പഠിച്ചാലും നമുക്ക് പിന്നെയും ഒരു ഭാഗ്യത്തിൻ്റെ അകമ്പടിയൊക്കെ പലരും പ്രതീക്ഷിക്കും. പക്ഷേ നമുക്കിവിടെ സഹകരണ മേഖല അങ്ങനെയല്ല. നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും. നിങ്ങൾ അല്ലേ കൃത്യമായി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ മോളിപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്?
അല്ല മനസ്സിലാക്കി സബ്ജക്റ്റ് എല്ലാം മനസ്സിലാക്കി പഠിക്കുക. പഠിക്കുക. GK ആണ് മെയിൻ ആയിട്ട്. നമുക്ക് ബാക്കി എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. GK മാത്രം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അത് മാത്രം നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരിക. എല്ലാ കൂട്ടുകാരും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു വൺസ് അഗൈൻ.